ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ്. ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശി അഖിൽനാഥ്. റോഡപകടത്തിൽ പരിക്കേറ്റ് കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നതാണ്. പക്ഷേ അഖിൽ തളർന്നില്ല. ജീവിതം പൊരുതാനുള്ളതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അത്. ഇത് ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവന്റെ കഥ. 2021 മാർച്ച് 13 എറണാകുളത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശിയായ അഖിൽനാഥ്. യാത്രയ്ക്കിടെ അഖിൽ സഞ്ചരിച്ച ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. സർജറിക്കാർ, ഓർത്തോക്കാർ, പ്ലാസ്റ്റിക് സർജറി അവരെല്ലാം വന്ന് നോക്കി. അവർ വന്ന് നോക്കിയിട്ട് അവസാനം സർജറി ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു. അങ്ങനെ നേരെ ക്രിട്ടിക്കൽ ICUവിൽ 2 മാസം ക്രിട്ടിക്കൽ ICU കിടന്നു. പിന്നെ 3-ാമത്തെ മാസം വാർഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ആദ്യം കാലിൻ്റെ പാദം കട്ട് ചെയ്ത് അവിടെ വെച്ച്. ഇവിടെയും ഫ്രാക്ചറുണ്ട്, ഇവിടെ കുറേ ഭാഗം ഇല്ല തുടയിൽ. അവിടെയും കമ്പി ഇടണം. നട്ടലിന് പൊട്ടലുണ്ടായിരുന്നു, ഷോൾഡറിലും പൊട്ടലുണ്ടായിരുന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നുണ്ട്. തലയ്ക്ക് മുകളിലോട്ട് ഒന്നും പറ്റിയില്ല, ബോധവും പോയില്ല. അതിൽ 6 മാസത്തോളം ഞാൻ കംപ്ലീറ്റ് കിടപ്പായിരുന്നു, എഴുന്നേക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഡോക്ടർ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഡോക്ടർ പറയാൻ പറഞ്ഞു. ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആംപ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞു. ആംപ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെച്ചിട്ടാണ് നടക്കാൻ പറ്റുന്നത്. പുള്ളി പറഞ്ഞു അത് പറ്റും, പക്ഷെ അപ്പോൾ നമ്മുടെ സ്വന്തം കാലം കൊണ്ട് നടക്കുന്ന പോലെ ഒരു ഇത് കിട്ടത്തില്ല എത്രയെന്ന് പറഞ്ഞാലും. പൊരുതാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എഴുന്നേൽക്കാൻ മാസങ്ങൾ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. എന്നാൽ പറഞ്ഞതിന് മാസങ്ങൾക്ക് മുൻപേ അഖിൽ എഴുന്നേറ്റ് നിന്നു, നടന്നു. ഇതൊക്കെ അപ്പം ഡോക്ടേഴ്സ് എല്ലാം ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇത്തിരി നാളെടുക്കും. കാരണം എൻ്റെ ഈ നട്ടല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. നട്ടല്, ഈ ഇടുപ്പല്, ഷോൾഡർ ഇതെല്ലാം പൊട്ടി. അപ്പോൾ എന്നോട് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാനായിട്ട് 1 വർഷം കഴിയും, മറ്റേ വോക്കർ പിടിച്ച് നടക്കണമെങ്കിൽ 3 വർഷം എടുക്കുമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ 6 മാസമായപ്പോൾ ഞാൻ എന്തായാലും എഴുന്നേറ്റു. എന്തായാലും അച്ഛനെ പിടിച്ച് ഞാൻ എഴുന്നേറ്റു. 1 വർഷമായപ്പോഴത്തേക്ക് അതൊക്കെ പിടിച്ച് നടക്കാനും തുടങ്ങി. ഇന്നിപ്പോൾ അഖിലിന്റെ 2ാം ഇന്നിങ്സ്. മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന അഖിൽ വെപ്പുകാലുമായി പിതാവിനൊപ്പം ചായക്കടയിൽ. ഒരു നാൾ തൊട്ടേ ഞങ്ങൾക്ക് ആദ്യം തുടക്കം റെയിലോട് അപ്പുറത്തായിരുന്നു കട. അന്ന് തൊട്ടേ കടയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ പതുക്കെ ഇറങ്ങി തുടങ്ങിയതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഞാനും അച്ഛനും പിന്നെ ഇപ്പോൾ 2 പണിക്കാരുണ്ട്, 2 പേരുടെ നടത്തുന്നത്. അഖിലിങ്ങനെ വിധിയോട് പൊരുതുകയാണ്. ജീവിതത്തിൽ പ്രതീക്ഷ പുലരുകയാണ്. വിധിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനുള്ളതല്ല ജീവിതം, പോരാടാനുള്ളതാണ്. അഖിലിനെ പോലെ ജയിക്കാനുള്ളതാണ്. ജോബിൻ തേക്കടിക്ക് പ്രശ്നോദസ്തി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഞാൻ അങ്ങനെ അഖിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അഖിലിൻ്റെ കണ്ണുകളിലേക്കാണ് നോക്കിയത്. കണ്ണുകളിലൊരു തിളക്കമില്ലേ? സാധാരണ ഇങ്ങനെ പ്രതിസന്ധികളെ മറികടന്ന് വരുന്നവരുടെ ഒരു സങ്കടത്തിൻ്റെ ഒരു ലാഞ്ചനയും ഉണ്ടാവും. പക്ഷെ അതൊന്നുമില്ല. അഖിലിൻ്റെ നല്ല തിളക്കമാണ്, നല്ല തിളക്കമുള്ള മനസ്സാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തുണ്ട് എന്ന് അഖിലിൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. പിന്നെ എന്താണ് പേടിക്കാൻ? ഷിനോജ്, അപ്പോൾ പറയൂ അഖിലിനെ കുറിച്ച്. ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ മടിയില്ലാത്ത ആ ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശിയായിട്ടുള്ള അഖിൽനാഥിന് പറയാനുള്ളത്. അഖിൽനാഥിനെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള അഖിലിന്റെ ചായക്കടയിൽ വെച്ചാണ്. ആദ്യം ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ അഖിലിനൊരു കഥയുണ്ട് എന്ന കാര്യം പോലും അഖിൽ നമ്മളോടൊക്കെ പറയുന്നത്. എന്തായാലും 2021 മാർച്ചിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ആദ്യം ഈ ജോലിക്ക് പോയിട്ട് വരുന്ന വഴിയിലാണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിലാണ് ഇത്തരത്തിലൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും അവിടെ വെച്ച് ഈ കാല് മുറിച്ച് മാറ്റേണ്ട രീതിയിലൊക്കെ തന്നെ വരുന്നത്. പക്ഷേ തോറ്റുകൊടുക്കാൻ മനസ്സില്ല. ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകണം, തൻ്റെ കുടുംബമുണ്ട്. അപ്പോൾ ആ കുടുംബത്തിനും പോരാടണമെങ്കിൽ താൻ കൂടി തോറ്റുപോയാൽ മറ്റാരുമില്ല എന്നൊരു തികഞ്ഞ ബോധ്യം ആ യുവാവിനുണ്ട്. അങ്ങനെയാണ്
മറ്റ് വഴികളൊന്നുമില്ലാതെ വന്ന സമയത്ത് വെപ്പുകാലുമായി ഈ ചായക്കടയിലേക്ക് എത്തുന്നതും അവിടെ പിന്നെ അച്ഛനൊപ്പം സഹായിയായി തുടരുന്നതും ജീവിതത്തിൻ്റെ ബാക്കി ചിലവുകളൊക്കെ തന്നെ കണ്ടെത്തുന്നതും ഒക്കെ തന്നെ ഈ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഉപയോഗിച്ചാണ്. എന്തായാലും ഒരു പോരാട്ടത്തിൻ്റെ മാതൃക കൂടിയാണ് അഖിലെന്ന് പറയുന്നത്. കാരണം മറ്റിത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഈ ജീവിതം തന്നെ അവസാനിച്ചെന്ന് കരുതുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുള്ള സമയത്താണ് ഇതൊന്നും ഒന്നുമല്ല, ഇനിയും വരാനുണ്ട്, ഇനിയും മുന്നിൽ ജീവിതമുണ്ട്, പ്രതീക്ഷകളുണ്ട്, പ്രത്യാശയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഖിൽ ജീവിതം പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രതീക്ഷയോടെ അഖിൽ ഇങ്ങനെ ജീവിക്കുകയാണ്.